അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു തആല പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അർഹമുർ റഹ്മാനായ റബ്ബ് എല്ലാവരുടെ എല്ലാ നല്ല മുറാദുകളും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ. പ്രയാസങ്ങൾ പറഞ്ഞവരുടെ പ്രയാസങ്ങളൊക്കെ അല്ലാഹു തആല ദൂരീകരിച്ചു കൊടുക്കട്ടെ. ജീവിതത്തിൽ എല്ലാവിധ സന്തോഷവും സമാധാനവും അള്ളാഹു നിലനിർത്തി തരട്ടെ. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഉള്ള ജോലിയിൽ അള്ളാഹു ഖൈറും ബറക്കത്തും നിലനിർത്തി തരട്ടെ. മക്കളെയൊക്കെ അള്ളാഹു താല നന്നാക്കി തരട്ടെ. പ്രത്യേകിച്ച് ഒരുപാട് മുത്തുമിനീങ്ങൾ നമ്മുടെ ഈ ക്ലാസ്സിൽ മുടങ്ങാതെ പങ്കെടുക്കുന്ന ഉമ്മ പെങ്ങന്മാർ സഹോദര സഹോദരിമാരുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്കെല്ലാവർക്കും രണ്ട് ലോകത്തും ഖൈറിന്റെ വാതായനങ്ങൾ തുറന്നു കൊടുക്കട്ടെ. ആമീൻ. പ്രിയമുള്ളവരെ, ആദ്യമായി നിങ്ങൾ ശ്രദ്ധയിൽ ഉണർത്താനുള്ളത്, നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഓൾ എന്ന് അമർത്തി വെക്കുക. എന്നാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടനടി ലഭിക്കും. അതിനു വേണ്ടിയിട്ടാണ്. നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. പരമാവധി നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് നിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. ആരും തന്നെ മടി കാണിക്കരുത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, നാം എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ്. വിവിധങ്ങളായ പലതരത്തിലുള്ള വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നവരാണ്. എണ്ണ പലഹാരങ്ങൾ കഴിക്കുന്നവരുണ്ട്, അരിപ്പലഹാരങ്ങൾ കഴിക്കുന്നവരുണ്ട്, അതുപോലെ വ്യത്യസ്തങ്ങളായ പലതരത്തിലുള്ള ഭക്ഷണങ്ങളും കഴിക്കുന്നവരാണ്. എന്നാൽ നാം എല്ലാവരും കഴിക്കുന്ന ഭക്ഷണത്തിന് മുമ്പ് ഒരു ദുആ ചെല്ലാനുണ്ട്. ആ ദുആ നാം പതിവാക്കുകയാണെങ്കിൽ നാം കഴിക്കുന്ന ഭക്ഷണത്തിലെ എല്ലാ ഫുഡ് പോയ്സണുകളും, അതുപോലെ തന്നെ മായം കലർന്നിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെയാണല്ലോ നാം ഇന്ന് കഴിക്കുന്നത്. ആ ഭക്ഷണത്തിലെ എല്ലാ പ്രശ്നങ്ങളും, അത് തന്നെ ഫുഡ് പോയ്സൺ ആവട്ടെ, അതുപോലെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ അതൊക്കെ അല്ലാഹു തആല ഇല്ലാതെയാക്കുമെന്ന. മാത്രമല്ല, ചില ആളുകൾക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം പുളിച്ചു തേട്ടലുകളും അതുപോലെ നെഞ്ചരിച്ചല് അങ്ങനെ തുടങ്ങി പല പ്രയാസങ്ങളും പറയുന്നത് കേൾക്കാറുണ്ട്. ഈ ദുആ ചൊല്ലിയതിന് ശേഷം പ്രിയമുള്ളവരെ, നാം ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഉറപ്പായും നമ്മുടെ അത്തരം പ്രയാസങ്ങൾ അല്ലാഹു തആല ഇല്ലാതെയാക്കി തരും. കാരണം മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പഠിപ്പിച്ചു തന്ന ഒരു ദുആയാണിത്. ഈ ദുആ ചൊല്ലിയതിന് ശേഷം നാം എല്ലാ ആളുകളും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഉറപ്പായും നമ്മുടെ അത്തരം എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ ഭക്ഷണവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു തആല നമുക്കൊരു കാവലി മോചനം നൽകുമെന്നാണ് മഹാനവരമെ പഠിപ്പിക്കുന്നത്. ദുആ ഞാൻ പറഞ്ഞു തരാം. എല്ലാ ആളുകളും ശ്രദ്ധിച്ച് കേട്ട് ജീവിതത്തിൽ പകർത്തുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സ്ക്രീനിൽ ദുആ കാണിക്കുന്നുണ്ട്. എല്ലാ ആളുകളും എഴുതിയെടുക്കുകയോ അതല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ ചെയ്ത് പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. നമ്മുടെ മക്കളെയും കുടുംബത്തിലുള്ള എല്ലാവരെയും നാം പഠിപ്പിച്ചു കൊടുക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പഠിപ്പിച്ചു തന്ന ദുആ ഇതാണ്. ഈ ചെറിയ ഒരു ദുആയാണ്. ഈ ദുആ നാം ചൊല്ലിയതിനു ശേഷം ഭക്ഷണം കഴിക്കുക. അല്ലാഹു നമ്മെ സഹായിക്കട്ടെ. ദുആ ഇതാണ്. ദുആ പറഞ്ഞു തരാം. എല്ലാ ആളുകളും ശ്രദ്ധയോടെ കേട്ട് സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുകയോ എഴുതിയെടുക്കുകയോ ചെയ്യുക. ദുആ ഇതാണ്. ബിസ്മില്ലാഹി ഖൈറിൽ അസ്മാഇ ഫിൽ അർളി വസ്സമാഇ ലാ യദുറു മഅസ്മിഹി ദാഉൻ അല്ലാഹുമ്മ ഇജ്അൽ ഫീഹി റഹ്മതൻ വശിഫാ. ഒരിക്കൽ കൂടി പറയാം. ബിസ്മില്ലാഹി ഖൈറിൽ അസ്മാഇ ഫിൽ അർളി വസ്സമാഇ ലാ യദുറു മഅസ്മിഹി ദാഉൻ അല്ലാഹുമ്മ ഇജ്അൽ ഫീഹി റഹ്മതൻ വശിഫാ. ഒരിക്കൽ കൂടി പറയാൻ ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹി ഖൈറിൽ അസ്മാഇ ഫിൽ അർളി വസ്സമാഇ ലാ യദുറു മഅസ്മിഹി ദാഉൻ അല്ലാഹുമ്മ ഇജ്അൽ ഫീഹി റഹ്മതൻ വശിഫാ. ഇതാണ് ദുആ. എല്ലാ ആളുകളും എഴുതിയെടുക്കുകയോ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ ചെയ്ത് പഠിക്കുക. ഒരുപാട് ഫലം നിറഞ്ഞ ദുആയാണ്. ഈ ദുആ ചൊല്ലിയതിനു ശേഷം ഭക്ഷണം കഴിക്കാൻ എല്ലാ ആളുകളും ശ്രദ്ധിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അർഹമുർ റഹ്മാനായ റബ്ബ് എല്ലാവരുടെ എല്ലാ നല്ല മുറാദുകളും ഹാസിലായി കൊടുക്കട്ടെ. പ്രയാസങ്ങൾ അല്ലാഹു തആല ദൂരീകരിച്ചു കൊടുക്കട്ടെ. ഒരുപാട് ആളുകൾ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടി ദുആ വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു എല്ലാവരുടെ എല്ലാ രോഗങ്ങൾക്കും പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ഈ ക്ലാസ് മുടങ്ങാതെ പങ്കെടുക്കുന്ന ഒരുപാട് ഉമ്മ പെങ്ങന്മാർ സഹോദര സഹോദരിമാരുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്കൊക്കെ രണ്ട് ലോകത്തും ഖൈറിന്റെ ബാബുകൾ തുറന്നു കൊടുക്കട്ടെ. ആമീൻ. എല്ലാ ആളുകളും എനിക്കും കുടുംബത്തിനു വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്.
ബിഹഖി നബിയിനാ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.